पति ब्रह्मचारी। എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഞങ്ങൾ എത്ര ദിവസമായിട്ട് വല്യമ്മയെ കാത്തിരിക്കാന്നറിയോ? അമ്മേ, അമ്മേ സത്യമായിട്ട് പറയാ, അമ്മ ഇല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത പോലെയാ. ഇപ്പൊ വന്നപ്പോഴോ വീട്ടിൽ വെളിച്ചം വന്നു. നോക്കൂ അമ്മ, ഞാനൊന്ന് ആരതി ഒഴിയട്ടെ. നിക്ക്. എത്തിയ ഉടനെ തുടങ്ങി അഹങ്കാരം. ഇനി ആരതി സ്വയം ഒഴിയാനാണോ പ്ലാൻ? ആരതിയൊക്കെ ഞാനാ ഒഴിയുന്നത് എന്റെ മരുമോൾക്ക്. മരുമോളെ, മോളെ, ദേ നിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. നിന്റെ മുഖം ഒന്ന് ഞാൻ കാണട്ടെ. നാണം കൊണ്ടാണെന്ന് തോന്നുന്നു. ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വാ. മോളെ, ഞാൻ എന്റെ പൂർണ്ണ മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. നിന്റെ ഗൃഹപ്രവേശം നടത്തി തരാം. വിളക്കും കൊണ്ട് അകത്ത് കയറലും ആദ്യമായിട്ട് അടുക്കളയിൽ കയറലും മറ്റു ചടങ്ങുകളെല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തു തരാം. സത്യമായിട്ടും. അയ്യേ, ഇതെന്താ ഇത്രയും സന്തോഷിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്താ മുഖം വല്ലാതെ വെച്ചിരിക്കുന്നേ? ആ, എല്ലാവരുടെ മുഖത്തും കാർമേഘമാണല്ലോ. വലിയമ്മ സ്വീകരിച്ച് ആനയിക്കാൻ നിൽക്കുന്നത് വേറെ ആരെയും അല്ല ഈശയാണെന്ന് അറിഞ്ഞാ എന്തൊക്കെ സംഭവിക്കും? എടി മരുമോളെ, ഞാനിവിടെ എത്തിയത് കണ്ടില്ലേ? നീ നോക്കിക്കോ, 4-5 ദിവസം കഴിയുമ്പോ ഞാൻ ഇവിടെ കുതിര പോലെ ഓടി നടക്കുന്നത് കണ്ടോ? ആ, എന്താ ഇത്? ആരെങ്കിലും ഒന്ന് പോയി അവളെ പോയി വിളിക്കേ. പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ. എന്റെ മരുമോളെ, നിങ്ങൾ എവിടെ അവളെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത്? ആ, ഇത് കണ്ടോ? ഇവിടെ ഒച്ചയിട്ട് നിലവിളിച്ച് മനുഷ്യന്റെ തൊണ്ടയില് വെള്ളം പറ്റി. അപ്പൊ ഇവിടെ ഒന്ന് നിക്ക. ഇങ്ങോട്ട് വാ, വാ, കേറി വാ. വരാൻ നോക്ക്. ഇവിടെ വാ. ഇതൊക്കെ ഒരു ചടങ്ങാ. പുതിയ മരുമോളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അമ്മ ഇപ്പൊ കാര്യം അറിഞ്ഞാ ഈ വീട് മൊത്തം തല കീഴായി മറിക്കും. പിന്നെ എല്ലാവരുടെ കാര്യം പോക്കാം. ഇതെന്താ? നീ ഇതെന്ത് വേഷം ഇട്ടിരിക്കുന്നേ? സിന്ദൂര രേഖയിൽ സിന്ദൂരം ഇട്ടിട്ടില്ല, നല്ലൊരു വേഷം ഇട്ടിട്ടില്ല, കല്യാണ പെണ്ണിന്റെ വളയോ മാലയോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇതെന്താ മോളെ ഇത്? ആ, പുതുപ്പെണ്ണാവുമ്പോഴേ എല്ലാം അണിഞ്ഞൊരുങ്ങണം, നല്ല വേഷങ്ങൾ ധരിക്കണം, കണ്ടാൽ ആളുകൾ കൈകൂപ്പി തൊഴണം. എന്നാലല്ലേ നന്നായിരിക്കൂ. ആ, പറയ്. ചേട്ടത്തി, ആ, ഈ നിന്ദ ഉണ്ടല്ലോ, അവളല്ല സൂര്യന്റെ ഭാര്യ. അതെ, അനിയ. ഇതിനേക്കാൾ വലിയ തമാശ ഒന്നും നിനക്ക് കിട്ടിയില്ലേ? എന്റെ ഭഗവാനെ, ഇവളല്ല സൂരജിന്റെ ഭാര്യയെങ്കിൽ പിന്നെ വേറെ ആരാ? വേറെ ആരെന്ന് പറയ്. ഇവളിന്നലെ ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നല്ലോ അല്ലേ? നീ മുഖം കാണിച്ചതിന് ഞാൻ നിനക്ക് മോതിരമൊക്കെ സമ്മാനമായിട്ട് തന്നില്ലേ? അങ്ങനെ എല്ലാ രീതിയിലും ഉറപ്പിച്ചതാണല്ലോ. അമ്മായി പറഞ്ഞതൊക്കെ ശരിയാ. അമ്മായി എപ്പോഴും എന്നെ മരുമകളായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മരുമകളായിട്ടിപ്പോ ഞാനല്ല, വേറൊരാളാ.
ജാനകിയമ്മായി കരയാൻ പോവാ. ഇതൊക്കെ കേട്ട് അമ്മായിക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയാ ഞാനന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഒന്നും പറയാതിരുന്നത്. ഇപ്പോഴും പറയാൻ പേടിയുണ്ട് എനിക്ക്. അമ്മായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ സൂരജിന്റെ ശരിക്കുള്ള ഭാര്യ ആരാ? അവളോട് എന്നെ മുന്നിൽ വരാൻ പറയും. എന്തു പറ്റി? ഇവിടെ ആരോ ഉള്ളതുപോലെ തോന്നി. ഇവിടെ ആരുമില്ലല്ലോ. എന്റെ ഗോപാലകൃഷ്ണ, എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. എനിക്ക് ശക്തി തരണേ. അവളെ വേഗം കണ്ടുപിടിക്ക. നിനക്ക് മുമ്പേ അവളെ കണ്ടുപിടിക്കുന്നത് ഞാനാണെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ബാക്കി വെക്കില്ല. രോഹന്റെ അഡ്രസ് കിട്ടി. രോഹൻ, രോഹൻ, എനിക്കറിയാം എന്റെ അച്ഛനും ആ കള്ള ബ്രഹ്മചാരിയും കൂടെ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പക്ഷെ നീ പേടിക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. അയ്യോ, അച്ഛാ. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ എവിടെ പോകാനാ? നീ എവിടെ ചെന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും പാവക്കുട്ടി. നിന്റെ ചിന്തകളും നിന്റെ തലയിലെഴുത്തും നിന്റെ ജീവിതവും എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ ഞാൻ കാരണം ഞാനാണ് നിന്റെ ഭീതികർത്താവ്. അവളെ എന്റെ സാറിന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വിശ്രമിക്കൂ. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താം. കണ്ടോടാ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ആഹാ, ആരാ ഈ അപ്സരസിനെ പറഞ്ഞത്? കൊള്ളാം, അടിപൊളിയാ. എവളൊരു മുതല് തന്നെയാ. എന്നെ പോകാൻ അനുവദിക്കണം പ്ലീസ്. എന്താ ഇത് പൊന്നുമോളെ, അങ്ങനെ അങ്ങ് പോയാൽ എനിക്ക് എന്താ ഒരു രസമുള്ളത്? നിന്നെ കണ്ടപ്പോ എന്റെ സകല നിയന്ത്രണവും പോയിരിക്കുക. എനിക്ക് അവളോട് ഇനി കുറച്ചു സമയം സ്വർഗത്തിൽ കഴിഞ്ഞാ മതി. ഇത് പിടിച്ചേ. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. ഞാൻ അച്ഛനോടൊന്നും പറയില്ല. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്ക. രോഹൻ, പിടിക്കവളെ.
ഈശാ മേഡം, നിങ്ങളിത് എവിടെയാണ്? ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഏയ്, 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 നിക്ക. വിട്, എന്നെ വിട. പ്രശ്നം ഉണ്ടാക്കണ്ട ബായ്, ഞാൻ സാറിനൊന്ന് വിളിച്ചോക്കട്ടെ. ഏയ്, ഇത് പിടിച്ചേ. ആ, നിന്റെയൊക്കെ തലയ്ക്കകത്ത് കുറച്ചെങ്കിലും വിടുവില്ലേ? ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ല. ഇതുപോലൊരു സുന്ദരി പെണ്ണ് പിന്നെ കിട്ടും. നോക്ക്, കൊതി തോന്നില്ലേ? എടാ മണ്ടന്മാരെ, ഇവൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കിട്ടും. എടാ, ആവശ്യം കഴിഞ്ഞാൽ ഇവറ്റകളെ രണ്ടുപേരെയും കൊന്ന് ഇവിടെയും വലിച്ചെറിയാം. എന്നിട്ട് നമുക്ക് സ്ഥലം കാലിയാക്കാം. അയ്യോ, എന്നെ കൊല്ലല്ലേ ചേട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് അയച്ചു വിട്. ഇവനാണ് കാമുകൻ. രോഹൻ, രോഹൻ, നീ എന്തൊക്കെയാ പറയുന്നത്? ഐ ആം സോറി ഈശ. ഇവര് നിന്നോട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഉറപ്പായിട്ട് ചെയ്യും. പക്ഷെ നിനക്ക് വേണ്ടി എനിക്ക് ജീവിതം കളയാൻ പറ്റില്ല. എന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ നിന്റെ കൂടെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്കിൾ, എന്റെ പേര് രോഹൻ. എനിക്ക് ഈശയെ വളരെയധികം ഇഷ്ടമാണ്. സോറി ഈശ. രംഗട്ട, എന്നെ ഒന്ന് അഴിച്ചുവിട്. ഇവളോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. നോക്ക്, നിന്റെ കാമുകൻ നിന്നെ കളഞ്ഞിട്ട് ഓടിപ്പോയി. പക്ഷേ അവൻ പൊക്കിയോട്ടെ, നിനക്ക് ഞാനുണ്ട്. ഒരാണെങ്ങനെയാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭഗവാനെ, ഞാൻ തോറ്റു. ഈ ദീപം ഞാൻ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ സൂരജിന്റെ ഭാര്യയായിട്ട് വന്ന ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേട്ടത്തി, നിങ്ങളുടെ പുന്നാര മകൻ കല്യാണം കഴിച്ചൊന്നും അല്ല, മറിച്ച് ഗുണ്ടായുസത്തിന്റെ ലോകത്ത് സ്വന്തം പേര് ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചതാണ്. ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അവളുടെ അച്ഛൻ പറയുന്നത് കേട്ട് അവളെ കല്യാണം കഴിച്ച് അവളുടെ സിന്ദൂര രേഖയിൽ സിന്ദൂരം ഇട്ട് ഇവിടെ കൊണ്ടുപോയി. എന്താ? സൂരജ് ഒരു പെൺകുട്ടിയെ ബലമായിട്ട് കല്യാണം കഴിച്ചതോ? ആ പെൺകുട്ടിയെ മണവാട്ടിയായിട്ടൊന്നും അല്ല കൊണ്ടുവന്നത്. നമ്മുടെ ഗുണ്ടയായ മകൻ ആ കുട്ടിയെ ബന്ദിയാക്കി തടവ് പുള്ളിയെ പോലെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഇത് സത്യത്തിൽ ഒരു കല്യാണമൊന്നുമല്ല. ഹൃദയമില്ലാത്തൊരു ഗുണ്ട ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ആഴത്തിലുള്ള ഒരു ആഘാതമാണത്. അത്ര നിഷ്കളങ്കയായ ഒരു കുട്ടിയാണെന്ന് അറിയാമോ? 2 ദിവസം കൊണ്ട് അത് അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നവരെ വിചാരിച്ചു. അത്ര മോശമായിരുന്നു അവസ്ഥ. ഒരു കണക്കിന് നന്നായി അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്. നന്നായി ഈ നരകത്തിൽ നിന്ന് അവൾ ഓടിപ്പോയത്. ആ പെൺകുട്ടി ആരാ? എന്താ അവളുടെ പേര്? ആ പെൺകുട്ടിയെ ചേട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവളുടെ പേര് പറയുന്നതിന് മുമ്പ് ചേട്ടത്തി എനിക്കൊരു വാക്ക് തരണം. സൂരജിന് അവൻ ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കുമെന്നുള്ള വാക്ക്. അവനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തന്നെ പറയണം. ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ ബലമായി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു ഗുണ്ടയെ ഇവിടെ താമസിപ്പിക്കണമെന്നാണോ ചേട്ടത്തി പറയുന്നത്? എനിക്ക് വാക്ക് തരണം കേട്ടോ ചേട്ടത്തി. ഇനി സൂരജിനെ ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ഇല്ല, എനിക്ക് സൂരജിനെ അങ്ങനെ
തള്ളിക്കളയാൻ തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം സൂരജിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അറിയുന്ന സൂരജ് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ ഒരിക്കലും താലി കെട്ടില്ല. തീർച്ചയായിട്ടും അവൻ എന്തെങ്കിലും നിവൃത്തികേടുണ്ടായിട്ടുണ്ടാവും. അനിയ, സത്യം എന്താന്ന് ശരിക്കും അറിയാതെ സൂരജിനെ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റില്ല. ഇല്ല. ജീവിതം പലപ്പോഴും മനുഷ്യന് രണ്ട് വഴികൾ തുടങ്ങുന്നിടത്ത് കൊണ്ട് നിർത്താറുണ്ട്. പക്ഷെ സൂരജ് എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത് തെറ്റായ വഴിയാണ്. അവൻ തെറ്റായിരുന്നു, തെറ്റാണ്, ഇനി മുന്നോട്ടും തെറ്റ് തന്നെ ആയിരിക്കും. ആ പെൺകുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് നന്നായി. അതുകൊണ്ട് തന്നെ അവളുടെ പേരും എല്ലാം മറന്നേക്കൂ. ഈ കല്യാണം തന്നെ മറന്നേക്കൂ. എല്ലാവരും ചെല്ലും. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കൂ. പോകാൻ. മോളെ, എന്നെ ഇങ്ങോട്ട് ഓടിക്കില്ലേ? വാ, ചേട്ടന്റെ കയ്യിലോട്ട് വാ. മാറി നിൽക്ക്, മാറി നിൽക്കാൻ തുടരുത്. എന്റെ അടുത്ത് വരരുത്, എന്റെ അടുത്ത് വരരുത്, എന്നെ തൊടാൻ നോക്കണ്ട. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഓടിച്ചിട്ടുണ്ടാവും. നോക്ക്. പൊന്നുമോളെ, നീ എവിടെയാ? ബോസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോയി ഈശ മേഡം? ഇങ്ങോട്ട് പാടി. പോയി. സൂരജ് വന്നാ തോന്നുന്നേ. ഈശ മേഡവും റോഹനും രണ്ടുപേരും ഇവിടുന്ന് പോയെന്നാ തോന്നുന്നത്. എന്തായാലും അധിക ദൂരം പോകാൻ സാധ്യതയില്ല. വാ. ഇനി നിലവിളിച്ചോ? ഇനി ആരാ വന്ന് രക്ഷിക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ. നിലവിളിക്ക.
പെണ്ണിന്റെ ലഹരി എന്താണെന്ന് ഈ ബ്രഹ്മചാരിക്ക് എങ്ങനെ അറിയാനാ? ഇവളുടെ പേടിത്തൊണ്ടൻ കാമുകൻ ഇവളെ ഞങ്ങൾക്ക് തന്നിട്ട് അവൻ ഓടിപ്പോയി. നീയും വേഗം ഇവിടെ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. എടാ കണ്ടോ, കാര്യം മനസ്സിലായി. എടാ ഞാനൊരു ഗുണ്ട, പക്ഷെ എനിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയടാ. പിന്നെ മറ്റൊരു കാര്യം നിനക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇവളെ ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം. ഇവളെ എന്റെ ഉത്തരവാദിത്വം.